നമസ്കാരം. തമ്പനയിൽ കാണുമ്പോൾ തന്നെ സതീശൻ ഭക്തന്മാർ പൊട്ടിത്തെറിച്ച് തെറിവിളി തുടങ്ങുമെന്ന് എനിക്കറിയാം. ഞാനും ഒരു പരിധിവരെ സതീശൻ ഭക്തനാണ്. സതീശൻ്റെ കിടിലൻ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങളുമൊക്കെയാണ് എന്നെപ്പോലെ ആയിരക്കണക്കിന് മനുഷ്യരെ സതീശൻ ഭക്തരാക്കി മാറ്റിയത്. പക്ഷേ കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഭരണം? പിണറായി വിജയനെതിരെയുള്ള ജനവിധി വന്നിട്ട് 1 മാസം പൂർത്തിയാവുകയാണ് നാളെ. പിന്നീട് തർക്കങ്ങളുണ്ടായെങ്കിലും ഭരണം തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. എന്തു മാറ്റമാണ് ഇതിനോടകം ഇവിടെ കൊണ്ടുവന്നത്? സതീശൻ ഇടയ്ക്കിടെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ആവേശമുണ്ടാക്കുന്നതാണ്. പോലീസുകാരുടെ സല്യൂട്ട് വേണ്ടെന്ന് വയ്ക്കുമെന്ന് യതീഷ് ചന്ദ്രയോട് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ചെയ്തത് അത്തരത്തിൽ ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഇത്ര ദിവസമായിട്ടും ഭരണത്തിൽ പിടിമുറുക്കാനോ ഉദ്യോഗസ്ഥ പുനർവിന്യാസം നടത്താനോ ഭരണം നടത്താനോ സതീശന് കഴിയുന്നില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും നിയമനം പൂർത്തിയായിട്ടില്ല. എല്ലാ നിയമനങ്ങളും വൈകുകയാണ്. ഒരു സർക്കാർ നന്നായി ഭരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് മിടുക്കന്മാരുടെ ഓഫീസാണ്. നല്ല ഓഫീസ് ഉണ്ടെങ്കിലേ ഒരാൾ നല്ല മന്ത്രിയാവൂ. അല്ലാതെ ഒരു മന്ത്രിക്ക് എല്ലാം തന്നിഷ്ടപ്രകാരം നടത്തുക സാധ്യമല്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, വിവാദങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സണ്ണി ജോസഫിൻ്റെ അളിയനെ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തതിന് എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും നാണക്കേടാണ് എന്ന് പറയേണ്ടി വരും. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്ന ശരത്ചന്ദ്രന് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്നും അടുപ്പമുള്ളതൊക്കെ BJPയുമായി ആണ് എന്നും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നു. മുതിർന്ന നേതാവും നെയ്യാറ്റിൻകര MLAയുമായ ശക്തൻ നാടാരുടെ PA CPM യൂണിയൻ അംഗമാണ് എന്ന് കേൾക്കുന്നു. സതീശന് നുണകൾ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശനെയും കോൺഗ്രസിനെയും അധിക്ഷേപിക്കാൻ വേണ്ടി CPM സൈബർ സഖാക്കൾ ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുകയും പിന്നെയും തുടങ്ങുകയും ചെയ്ത ഫേസ്ബുക്ക് പേജ്. അതിൻ്റെ അഡ്മിനും നടത്തിപ്പുകാരനും PRDയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ സതീശനെതിരെ റെഡ് ബറ്റാലിയൻ എന്നു പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം സന്ദീപ് വാര്യർ പുറത്തുവിട്ടിരുന്നു. ആ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടി ഒരു CPM MLAയുടെ PA ആക്കാൻ സർക്കാർ സംവിധാനങ്ങൾ അനുമതി കൊടുത്തിരിക്കുന്നു എന്നത് ആരെയാണ് ഞെട്ടിക്കാത്തത്? ഒന്നാം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാളുടെ ഭാര്യയെ മുഖ്യമന്ത്രി മീഡിയ സംഘത്തിൽ എത്തിക്കാൻ ചരടുവലി ശക്തമായി നടക്കുന്നു. പിണറായിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ ഒരു മന്ത്രിയുടെ ഓഫീസിൽ എടുക്കും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് എന്നാണ് അയാളുമായി ബന്ധമുള്ള ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത്. ഇത്തരത്തിൽ ഇടതു യൂണിയന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാരിൻ്റെ ഭരണം. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും പോലീസിലെ ഉന്നതരുമടക്കം ആരെയും ഇതുവരെ സ്ഥലം മാറ്റിയിട്ടില്ല. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ സർക്കാർ പുതിയ അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ കോടതിയിൽ സർക്കാരിന് വേണ്ടി വാദിക്കാനെത്തിയത് CPM നിയോഗിച്ച പ്രോസിക്യൂട്ടറാണ്. അതിൻ്റെ ഫലമാണ് കോടതി ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. സകല കോടതികളിലും CPM നിയോഗിച്ച പ്രോസിക്യൂട്ടർമാരാണ്. കഴിഞ്ഞ ദിവസം മറുനാടനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ ഉണ്ടാവുന്നു. മറുനാടനിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരാളെ അയാൾ ഇന്ത്യ രാജ്യത്ത് ഇല്ലാതിരുന്നിട്ട് കൂടി ഒരു കേസിൽ പ്രതി ചേർക്കുന്നു. അയാൾ ഇന്ത്യ രാജ്യത്തില്ലായിരുന്നു, ഒരു ബന്ധവുമില്ല എന്ന് എല്ലാ രേഖകളും സഹിതം ഈ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പ്രോസിക്യൂട്ടർ ശക്തിയുക്തം എതിർക്കുന്നു. കാരണം എന്താണ്? CPMന്റെ പ്രോസിക്യൂട്ടർമാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു പുതിയ സർക്കാർ ചുമതലയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് പ്രോസിക്യൂട്ടർമാരെ മാറ്റുകയാണ്. ഇപ്പോഴും CPMന്റെ പ്രോസിക്യൂട്ടർമാർ സർക്കാരിന് വേണ്ടി വാദിക്കാൻ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിൽ ആറാട്ട് നടത്തി ജീവിച്ച ഒരാൾ പിണറായിയുടെ 3ാം ഭരണത്തിന് ചരട് വലിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി പദവിയിൽ കയറ്റിയിരുത്തുന്നു. അയാൾ പറയുന്നത് മാത്രമാണ് ഇപ്പോഴും VD സതീശന് വേദവാക്യം. മന്ത്രിമാരടക്കമുള്ളവർ കൊടുക്കുന്ന ഒരു ഫയലിനും തീരുമാനമില്ല. ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന ഫയലിന് മാത്രമാണ് മുഖ്യമന്ത്രി ഒപ്പിടുന്നത്. പിണറായിയുടെ പിണിയാളായിരുന്ന ചീഫ് സെക്രട്ടറി ജയതിലകനെ വിശ്വാസത്തിലെടുത്ത് അയാൾ പറയുന്നത് പോലെ ഭരിക്കുന്നു. ഈ മാസം 30-ാം തീയതി അയാൾ റിട്ടയർ ചെയ്യുകയാണ്. അതുവരെ തൻ്റെ നിയന്ത്രണത്തിൽ വേണം ഭരണമെന്ന് അയാൾ ശഠിക്കുന്നു. കിഫ്ബി അടക്കമുള്ള വലിയ അഴിമതികളെക്കുറിച്ച്, ബന്ധു നിയമനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രവർത്തകർ മുറവിളി കൂടുമ്പോഴും അവിടെ ഒരു നീക്കവും നടത്തുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഉപദേശിക്കുന്നത്. അടിമുടി പിണറായിസ്റ്റ് ഭരണം നടക്കുകയാണ്. ആകപ്പാടെ നടത്തിയ ഒരു നിയമനം 15ഓളം IAS ഉദ്യോഗസ്ഥരുടെ അഴിച്ചുപണിയാണ്. ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് താല്പര്യപ്രകാരമാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് PP ദിവ്യയെ പോലെ ഉത്തരവാദിയായ അന്നത്തെ കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറും KSIDC ചെയർമാനുമാക്കി മാറ്റിയത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി അടുപ്പമുണ്ടായി അദ്ദേഹം പിന്നീട് സംരക്ഷിക്കും എന്ന വിശ്വാസത്തിലാണ്.
ഇത്തരത്തിൽ കേരള ഭരണം ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ വന്ന ഒരു കാലമില്ല. മുഖ്യമന്ത്രിക്ക് ഭരണപരിചയമില്ലാത്തതുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ മാത്രം വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസ് ശത്രുക്കളെ സഹായിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അതിന്റെ പ്രതികരണം പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ കേരളകൗമുദി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവരെ മഴയത്ത് നിർത്തരുത്. ഭരണനിർവഹണത്തിന് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിപരമായ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന ICSന് രൂപം നൽകിയത് ബ്രിട്ടീഷുകാരായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ പേര് മാറ്റി അതേ മാതൃകയിൽ തന്നെ തുടർന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ICS പരീക്ഷയുടെ നിലവാരം അറിയണമെങ്കിൽ ആ പരീക്ഷ പാസ്സായിട്ടും സർവീസിൽ ചേരാതെ പോയ 2 പേരുകൾ ഓർമ്മിച്ചാൽ മതി: അരബിന്ദ് ഘോഷും സുഭാഷ് ചന്ദ്രബോസും. ആ പാരമ്പര്യത്തിൽ കാലത്തിൻ്റെതായ മാറ്റങ്ങളും മൂല്യശോഷണങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ബഹുമുഖ പ്രതിഭകൾക്ക് മാത്രം അംഗമാകാൻ കഴിയുന്ന എലീറ്റ് ക്ലബ്ബ് തന്നെയാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണനിർവഹണ വിവരങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മേലധികാരികളോട് മാത്രമേ പങ്കുവയ്ക്കാൻ പാടുള്ളൂ എന്ന കർശന വ്യവസ്ഥ ഉണ്ടായിരുന്നു. അന്നത് ആവശ്യമായിരുന്നു. കാരണം ഒരു വിദേശ രാജ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്കെതിരെയുള്ള വിവരങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ടും ആ വ്യവസ്ഥകളിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. IAS ഉദ്യോഗസ്ഥർ ശബ്ദിക്കാൻ പാടില്ല എന്ന നിർബന്ധം പിടിക്കുന്നത് പലതും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശാബ്ദത്തിന് ശേഷം അഴിമതി നാട്ടുനടപ്പാവുകയും ഇപ്പോഴത് ലക്ഷങ്ങളും കോടികളും ശതകോടികളുമായി മാറുകയും ചെയ്തതോടെ IASകാരുടെ നിതാന്ത മൗനം പലർക്കും ഒരു സൗകര്യമായി മാറിയിരിക്കുകയാണ്. ആധുനിക കാലമാണിത്. അവരും പരിധിക്കുള്ളിൽ നിന്ന് ചില സത്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊക്കെ തടയാൻ പഴഞ്ചൻ ശൈലി പുലർത്തുന്നവർ ശ്രമിക്കുമ്പോഴാണ് രാജ്യത്തെ പാറ്റകളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ കൂട്ടം ചേരൽ സംഭവിക്കുന്നത്. ഇത്രയും പ്രതിപാദിക്കേണ്ടി വന്നത് നട്ടെല്ല് വളയ്ക്കാതെയും പാദസേവ ചെയ്യാതെയും ഭരണരംഗത്തെ പ്രാഗൽഭ്യം തെളിയിച്ച മുതിർന്ന IAS ഓഫീസറായ ഡോക്ടർ B അശോകനും മിടുക്കനായ യുവ IAS ഓഫീസർ N പ്രശാന്തിനും സസ്പെൻഷനിൽ ഇനിയും തുടരേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. മുൻ സർക്കാരാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. അവരെ ഒന്നാകെ തന്നെ ജനങ്ങൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ഇവരെ ഇപ്പോഴും വീട്ടിൽ കയറ്റാതെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഏത് സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിലായാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നെങ്കിൽ അതിന് ലഭിക്കുന്ന സ്വീകാര്യത പ്രത്യേകിച്ച് പുതുതലമുറയുടെ ഇടയിൽ എത്ര വലുതാകുമായിരുന്നു. 102 സീറ്റ് നൽകിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 11 ദിവസം താമസിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ അസ്വസ്ഥത ഭരണാധികാരികൾ മറക്കരുത്. ഈ 2 ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു. അതും വെച്ച് താമസിപ്പിച്ച് ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാക്കി മാറ്റുന്നത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ചേർന്നതല്ല. മാധ്യമങ്ങളിൽ വന്ന ഈ 2 ഉദ്യോഗസ്ഥരുടെയും അഭിമുഖങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് UDFന്റെ വൻ വിജയം. തുടർച്ചയായി ഭരണം കിട്ടുന്നവർക്ക് ഫാസിസ്റ്റ് മനോഭാവം വർദ്ധിക്കുന്നു എന്ന് ഡോക്ടർ അശോക് പറഞ്ഞില്ലെങ്കിൽ പോലും അനുഭവത്തിലൂടെയും വാക്പ്രയോഗത്തിലൂടെയും ജനങ്ങളത് മനസ്സിലാക്കിയതാണ്. സത്യം പറയുന്നവരെ ഏകാധിപത്യ ശൈലിയിലുള്ളവർ ക്രൂശിക്കുന്നത് നിയമവും ചട്ടവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാവും. ആ വഴിയിലൂടെ തന്നെ UDF സർക്കാരും നീങ്ങുകയാണെന്ന് തോന്നൽ തുടക്കത്തിലെ സൃഷ്ടിക്കരുത്. അതിശക്തവും അതീവ ഗൗരവമുള്ള ഒരു എഡിറ്റോറിയലാണ്. ഈ രാജ്യത്തെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും മുകളിലാണ് ഭരണഘടന എന്ന് മറക്കരുത്. ഭരണഘടന ഓരോ പൗരനും ചില മൗലികാവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മൗലികാവകാശങ്ങൾക്ക് താഴെയാണ് അവരെ ബാധിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും. ഇവിടെ ഈ 2 ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുക്കാൻ VD സതീശൻ എന്ന മുഖ്യമന്ത്രി ബോധപൂർവം വൈകിപ്പിക്കുകയാണ് എന്ന് തീർച്ചയാണ്. അതിനുവേണ്ടി പറയുന്ന സാങ്കേതിക ന്യായങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. കർണാടകയിൽ DK ശിവകുമാർ എന്ന മുഖ്യമന്ത്രി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. ഒഴിഞ്ഞുപോയത് കോൺഗ്രസ്സുകാരനെ സിദ്ധരാമയ്യയാണ്. പക്ഷെ ചുമതലയേറ്റ ആദ്യ ദിനം തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അദ്ദേഹം മാറ്റി നിയമിച്ചു. തമിഴ്നാട്ടിൽ വിജയ് ഭരണം ആരംഭിച്ചിട്ട് എത്ര ദിവസമായി എന്ന് നമുക്കറിയാം. സെക്രട്ടേറിയറ്റിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരടക്കം കാവൽ നിൽക്കുന്ന പോലീസുകാരടക്കം സകലരെയും മാറ്റി നിയോഗിച്ചിരിക്കുന്നു. സകല ഭരണാധികാരികളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഭരണമേറ്റ് മാസം 1 ഒരു ഉദ്യോഗസ്ഥനെ പോലും മാറ്റി നിയമിക്കാതെ, നീതി ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാതെ സാങ്കേതിക ന്യായം പറയുമ്പോൾ VD സതീശൻ സ്വയം അപഹാസ്യനാവുന്നു. സത്യം പറയുന്ന അഴിമതിക്കെതിരെ പോരാടുന്ന 2 ഉദ്യോഗസ്ഥന്മാർ സർവീസിലേക്ക് തിരിച്ചു വന്നാൽ തനിക്ക് ശരിയാവില്ല, തൻ്റെ അഴിമതിക്ക് അവർ കൂട്ടുനിൽക്കില്ല എന്ന പേടിയാണ് VD സതീശനെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിപ്പിക്കുന്നത്. VD സതീശൻ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടുകളും അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയുമുള്ള യുദ്ധപ്രഖ്യാപനവുമാണ്. പിണറായിയുടെ പതനത്തിന് കാരണക്കാരായി മാറിയ
നീതിമാന്മാരെ 2 ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ മഴയത്തും വെയിലത്തും നിർത്താനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും, വിളിച്ചു പറയും, വി ഡി സതീശൻ വാക്കിൽ മാത്രം ശൗര്യമുള്ള കഴിവുകെട്ട മുഖ്യമന്ത്രിയാണെന്ന്.